പ്രിയപ്പെട്ടവർ, ഇനി നമ്മളുടെ ഈ തീർത്ഥയാത്ര ചെന്ന് നിൽക്കാൻ പോകുന്നത് ലോകത്തിലെ തന്നെ ആദ്യത്തെ ദേവസഹായം എന്ന വിശുദ്ധൻ്റെ പേരുള്ള ആദ്യത്തെ ദേവാലയത്തിലേക്കാണ്. അത് കേരളത്തിലാണെന്നുള്ളതാണ് ഏറ്റവും വലിയ മഹാഭാഗ്യം. നെയ്യാറ്റിൻകര രൂപതയിലെ മൂന്നാംപെറ്റ് എന്ന ഇടത്തിലെ ഒരു ഇടവക ദേവാലയത്തിലേക്ക് നമുക്ക് ഈ നിമിഷം പോകാം. ലോകത്തിലെ ആദ്യത്തെ ദേവാലയം ഈ വിശുദ്ധൻ്റെ നാമത്തിൽ 2014 ജനുവരി 16-ാം തീയതി സ്ഥാപിതമായ ദേവാലയം. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയോടൊപ്പം തന്നെ ഞങ്ങളും വലിയ സന്തോഷത്തിലാണ്. കാരണം വാഴ്ത്തപ്പെട്ട ദേവസഹായത്തിൻ്റെ നാമധേയത്തിലുള്ള ആദ്യ ദേവാലയം ഞങ്ങളുടെ ഈ ദേവാലയമാണെന്ന് ഈ ലോകത്തോട് വിളിച്ചു പറയുവാനും വിശുദ്ധ ദേവസഹായത്തിൻ്റെ ഈ വിശുദ്ധ പദവി പ്രഖ്യാപനത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ ഇടവകയിൽ നടക്കുന്ന വലിയ ആഘോഷങ്ങളിൽ നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ദേവാലയത്തിൻ്റെ ചരിത്രത്തിന് പിന്നിൽ വലിയൊരു സംഭവമുണ്ട്, ഒരു ദർശനമുണ്ട്. ഞങ്ങളുടെ ഇടവകയിലെ ഒരംഗമായ വിൽസൺ സാറിന് വലിയൊരു ദർശനത്തിലൂടെ വാഴ്ത്തപ്പെട്ട ദേവസഹായം ഇവിടെ അദ്ദേഹത്തിൻ്റെ നാമത്തിലൊരു ദേവാലയം ഉയരണമെന്നും അനേകർ അദ്ദേഹത്തെ വന്ന് വണങ്ങി ഇവിടെ നിന്ന് മാധ്യസ്ഥം പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കണമെന്നും അദ്ദേഹത്തിന് ലഭിച്ച ദർശനത്തെ തുടർന്ന് അദ്ദേഹം തൻ്റെ തന്നെ പറമ്പ് നെയ്യാറ്റിൻകര രൂപതയുമായി പങ്കുവയ്ക്കുകയും അങ്ങനെ 2013 ഇവിടെ ഒരു ദേവാലയത്തിൻ്റെ പണി ആരംഭിക്കുന്നു. 2014 ജനുവരിയിൽ അതിൻ്റെ പണി പൂർത്തിയാവുകയാണ്. ഒരു മാസത്തെ കാലയളവാണ് ഈ ദേവാലയത്തിൻ്റെ പൂർത്തീകരണത്തിനായി എടുത്തത്. 2013 ഡിസംബർ 14-ാം തീയതി തറക്കല്ലിടുകയും 2014 ജനുവരി 14-ന് ഇതിൻ്റെ ഉദ്ഘാടനം നടത്തുകയും ചെയ്തു. വാഴ്ത്തപ്പെട്ട ദേവസഹായത്തിൻ്റെ നാമത്തിൽ സ്ഥാപിതമായ ഈ ദേവാലയം ഇനി മുതൽ അറിയപ്പെടുക വിശുദ്ധ ദേവസഹായത്തിൻ്റെ ദേവാലയമെന്നാണ്. നമുക്കെല്ലാവർക്കും ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥം യാചിക്കാം, കൃപകൾ യാചിക്കാം. ഈ തീർത്ഥാടന ദേവാലയത്തിലേക്ക് ഏവർക്കും എപ്പോഴും സ്വാഗതം. ഭാരതത്തിൻ്റെ അഭിമാനമായി വാഴ്ത്തപ്പെട്ട ദേവസഹായം ഇന്ന് വിശുദ്ധ ദേവസഹായമായി ഉയർത്തപ്പെട്ടപ്പോൾ സന്തോഷവും അനുഗ്രഹങ്ങളും അതോടൊപ്പം പ്രാർത്ഥനകളും നമുക്ക് നേർന്നുകൊണ്ട് ഒരു പിടി പിതാക്കന്മാർ ഈ നിമിഷം ശാലോമിനൊപ്പം നമ്മോട് ചേരുന്നു. ആദ്യമായി കോട്ടാർ രൂപതാധ്യക്ഷൻ, പ്രത്യേകിച്ച് വിശുദ്ധ ദേവസഹായത്തോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ചുറ്റുപ്പെട്ട് കിടക്കുന്നത് ഈ കോട്ടാർ രൂപതയിലാണ്. കോട്ടാർ രൂപതയുടെ അധ്യക്ഷനായ മോസ്റ്റ് റെവറൻ നസറൈൻ സൂസ ഈ നിമിഷം നമ്മോടൊപ്പം ചേരുന്നു. പിതാവിനെ നമുക്ക് ശ്രദ്ധിക്കാം. இன்றைய காலத்தின் தேவையாக இருப்பது எல்லாம் நம்முடைய குடும்பங்களில் வாழ்கின்றவர்கள் இந்த புனிதத்தில் வாழ்வதற்கு கற்றுக்கொள்வதைத்தான். 7 ஆண்டுகள் மட்டுமே கத்தோலிக்கராக வாழ்ந்திருந்தாலும் தன்னுடைய ஆழ்ந்த நம்பிக்கையினால் இந்த மறைசாட்சி தேவ சகாயம் குடும்பத்தில் வாழ்கின்ற நம் அனைவருக்கும் சிறந்த ஒரு முன்னுதாரணமாக திகழ்கிறார். கணவன் மனைவியாய் பெற்றோர் பிள்ளைகளோடு அடுத்திருப்பவரோடு நாம் கொண்டாடுகின்ற உறவும் கடவுளை வெளிப்படுத்துகின்ற அன்பாகவே மாறிவிடுகிறது. எனவே இன்றைய காலச்சூழலை பார்க்கின்ற பொழுது இவருடைய தேவை இன்று அதிகரித்து கொண்டே இருக்கிறது. மட்டுமல்லாது நம்முடைய சமூகம் ஏற்றத்தாழ்வுள்ள சமூகம், பாகுபாடு உள்ள சமூகம், சாதியினாலும் மதத்தினாலும் பிளவுண்ட சமூகம். இந்தியா அதன் அடிப்படையிலே பிளவுண்டு சென்று கொண்டே இருக்கிறது என்பதை நாம் நன்கு அறிவோம். ஆயினும் நாம் சமயங்களை கடந்து, சாதிகளை கடந்து, மொழி இன நிற பாகுபாடுகளை கடந்து நாம் அனைத்து மக்களும் கடவுளுடைய பிள்ளைகள் என்ற நிலைக்கு செல்லுகின்ற பொழுதுதான் மறைசாட்சி புனித தேவசகாயத்தினுடைய வழியில் நாமும் பயணத்தை தொடர்ந்து கொண்டே இருக்கிறோம் என நாம் நம்புவோம். அவர் இறந்து விட்டாலும் இன்னும் கடவுளில் வாழ்கிறார். ஆயினும் நாம் அனைவரும் வாழ்கின்ற பொழுதே அவருடைய இந்த சிறப்பான முன்மாதிரியை பின்பற்றி சமத்துவ ஒரு சமூகத்திற்காகவும் அனைத்து மக்களும் வாழ்கின்ற ஒரு இறையாட்சி திரு அவைக்காகவும் வாழ்வதற்கு முயல்வோம். அனைவருக்கும் என்னுடைய வாழ்த்துக்கள். ഒത്തിരി നന്ദി നസ്രൈൻ സൂസ പിതാവെ. അടുത്തതായി നമ്മോടൊപ്പം ചേരുന്നത് കോഴിക്കോട് രൂപത അധ്യക്ഷനായ റവറൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ. നമുക്ക് വർഗീസ് ചക്കാലക്കൽ പിതാവിനെ ശ്രമിക്കാം. ഇന്ത്യയിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരൽമായൻ വിശുദ്ധനായി രക്തസാക്ഷിയായി പ്രഖ്യാപിക്കപ്പെടുന്ന പുണ്യപ്പെട്ട സുദിനമാണ്. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തെ തിരുശേഷിപ്പാക്കി മാറ്റിയ വ്യക്തിയാണ് വാഴ്ത്തപ്പെട്ട ദേവസഹായം. കാരണം സഹിച്ചു, ത്യാഗം ചെയ്തു, തൻ്റെ ജീവൻ മുഴുവനും
കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി നൽകുകയും ചെയ്തു. നമുക്ക് അഭിമാനിക്കാം, നമുക്ക് സന്തോഷിക്കാം, നമുക്കും യേശു ക്രിസ്തുവിന് വേണ്ടി വിശ്വാസത്തിന് വേണ്ടി ജീവിക്കാമെന്ന് വാഗ്ദാനം ചെയ്യാൻ പറ്റിയ ഒരു പുണ്യപ്പെട്ട ദിവസമാണിത്. വാഴ്ത്തപ്പെട്ട ദൈവസഹായത്തിന് വിശുദ്ധനാകാമെങ്കിൽ എന്തുകൊണ്ട് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നമുക്കും വിശുദ്ധരായിക്കൂടാ എന്ന ചോദ്യം ചോദിക്കേണ്ട പുണ്യപ്പെട്ട ദിനമാണിത്. നിങ്ങൾക്കെല്ലാവർക്കും കോഴിക്കോട് രൂപതയുടെ പ്രത്യേക ആശംസകൾ ഞാൻ ഷാലോം വഴി നേരുകയാണ്. വർഗീസ് ചക്കാറിക്കൽ പിതാവിന് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമ്മോടൊപ്പം ചേരുന്നത് വരാപ്പുഴ അതിരൂപാധ്യക്ഷനായ മോസ്റ്റ് റെവറൻ ജോസഫ് കളത്തിപ്പറമ്പിലാണ്. പ്രിയപ്പെട്ട കളത്തിപ്പറമ്പ് പിതാവിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. ഫ്രാൻസിസ് പാപ്പ റോമിൽ വത്തിക്കാനിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ വച്ച് ഭാരതത്തിൻ്റെ പ്രഥമ രക്തസാക്ഷിയായ ഭാരത മണ്ണിൽ തന്നെ ജനിച്ച് വളർന്ന് രക്തസാക്ഷി മകുടം ചൂടിയ ദേവസഹായത്തിൻ്റെ വിശുദ്ധനായി പ്രഖ്യാപിക്കുന്ന ചടങ്ങാണ് ഇന്ന് വത്തിക്കാനിൽ നടക്കുക. അദ്ദേഹത്തിൻ്റെ നാമകരണ ചടങ്ങിൽ സാന്നിധ്യം കൊണ്ടും മാധ്യമങ്ങളിലൂടെയും പങ്കെടുക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും കേരള ലത്തീൻ സഭയുടെ ആശംസകളും അനുമോദനങ്ങളും ഹൃദയപൂർവ്വം നേരുന്നു. പ്രത്യേകിച്ചും വരാപ്പുഴ അതിരൂപതയുടെയും. പ്രിയപ്പെട്ട ജോസഫ് കളത്തിപ്പറമ്പ് പിതാവിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അവസാനമായി നമ്മോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരം അതിരൂപതയുടെ സഹായമെത്രാനായ റെവറൻ ക്രിസ്തുദാസ് പിതാവാണ്. ക്രിസ്തുദാസ് പിതാവിൻ്റെ വാക്കുകളിലേക്ക് നമുക്ക് പോകാം. എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഈ മെയ് 15 ഭാരത സഭയെ സംബന്ധിച്ചിടത്തോളം ഏറെ ആനന്ദപ്രദമാണ്. നമുക്ക് ഏവർക്കും അഭിമാനാർഹമായ ഒരു ദിനമാണ്. വാഴ്ത്തപ്പെട്ട ദൈവസഹായം ഔദ്യോഗികമായി വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നു. നമുക്കൊന്നു ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം, വിശുദ്ധൻ്റെ മാധ്യസ്ഥം അപേക്ഷിക്കാം. സ്നേഹമുള്ളവരെ, ഇത്രയേറെ യേശുവിനെ അറിഞ്ഞ് അനുഭവിച്ച് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കി ആ രക്ഷയുടെ അനുഭവം സ്വായത്തമാക്കി ആന്തരിക ആനന്ദം അനുഭവിച്ച് അദ്ദേഹം യഥാർത്ഥത്തിൽ യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ച് രക്തസാക്ഷിയാവുന്ന ചരിത്ര കഥയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത്. നാം ഓരോരുത്തരും നാം അനുഭവിച്ചറിഞ്ഞ ആ രക്ഷകനായ യേശുവിനെ നമ്മുടെ വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു വലിയ ദൗത്യം ഏറ്റെടുക്കുകയാണ്. വിശുദ്ധ ദൈവസഹായം അതിന് വലിയ പ്രചോദനവും മാതൃകയുമാണ്. ഈ അനുഭവം മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ചുകൊണ്ട് യേശുവിൻ്റെ സാക്ഷികളായി തീരുവാനും വിശുദ്ധ ദൈവസഹായം നമ്മളെ സഹായിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ മാധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുദാസ് പിതാവിന് പ്രത്യേകമായി നന്ദി ശാലോം കുടുംബത്തിനെ അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു തുടങ്ങിയ വാക്കിലേക്ക് തിരിച്ചു പോകുന്നു. ഇത് ഒരു ആത്മീയതയുടെ ഉത്സവം, സ്വർഗത്തിൻ്റെ കൃപ ഇറങ്ങിയ ഒരു ദിവസം. കടലേഴും കടന്ന് വിശ്വാസത്തിൻ്റെ ദീപവുമായി വന്ന തോമാ സ്ലീഹായ്ക്ക് ശേഷം എനിക്ക് ആത്മാക്കളെ തരിക, ബാക്കിയെല്ലാം എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ഭാരതത്തിൻ്റെ തീരങ്ങളിലൂടെ ഒരു ഭ്രാന്തനെ പോലെ ദൈവസ്നേഹത്താൽ അലഞ്ഞ ഫ്രാൻസിസ് സേവറിന് ശേഷം കൽക്കട്ടയുടെ തെരുവോരങ്ങളിൽ കണ്ട ഓരോ രോഗികളിലും എനിക്ക് ക്രിസ്തുവിൻ്റെ മുഖം കാണാമെന്ന് പറഞ്ഞ മദർ തെരേസയ്ക്ക് ശേഷം
സഹനത്തിൻ്റെ അമ്മയായ ഭാരതത്തിൻ്റെ കൊച്ചുത്രേസ്യയായ അൽഫോൺസാമയ്ക്ക് ശേഷം വിശ്വാസത്തിൽ ആഴപ്പെട്ട് ദൈവഹിതം നടത്തും എന്ന് പറഞ്ഞ ചാവറ പിതാവിന് ശേഷം സക്രാരിയുടെ കാവൽക്കാരിയായി മരിച്ചാലും മറക്കില്ല എന്ന് പറഞ്ഞ എവ്പ്രാസ്യാമയ്ക്ക് ശേഷം ദൈവമല്ലേ, നമ്മൾ എന്തിനു ഭയപ്പെടണം എന്ന് പറഞ്ഞ മറിയം ത്രേസ്യയ്ക്ക് ശേഷം ഇതാ ഭാരതത്തിന് മറ്റൊരു വിശുദ്ധൻ കൂടി, ഒരു അൽമായ വിശുദ്ധൻ, വിശുദ്ധ ദേവസഹായം. ആ പേര് പോലെ തന്നെ ദൈവത്തിൻ്റെ സഹായം നമ്മളിലേക്ക് എത്തിക്കാനായി ദൈവത്തിൻ്റെ മറ്റൊരു കരം, വിശുദ്ധ ദൈവസഹായം. മൂന്ന് വിശുദ്ധരുടെ വാക്കുകൾ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളുടെ ഈ ഒരു തീർത്ഥയാത്ര അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. ഒന്നാമത് മദർ തെരേസയാണ്. മദർ തെരേസ ഒരിക്കൽ പറഞ്ഞു, യെസ്റ്റർഡേ ഹാസ് ഗോൺ, ടുമോറോ ഹാസ് നോട്ട് യെറ്റ് കം, വി ഹാവ് ഓൺലി ടുഡേ, ലെറ്റ്സ് ബിഗിൻ. നമുക്ക് ഇന്ന് വിശുദ്ധരാവാം. ഇന്നലെ നമ്മുടെ കയ്യിലില്ല, നാളെ നമ്മുടേതല്ല, നമുക്ക് ഇന്ന് വിശുദ്ധരാവാം. രണ്ടാമതായി പറയുന്നത് വിശുദ്ധ മാക്സിമിലിയൻ കോൾബയുടെ വാക്കുകളാണ്. എല്ലാവർക്കും ജീനിയസ് ആകാൻ പറ്റില്ല, പക്ഷേ എല്ലാവർക്കും വിശുദ്ധരാവാം. വിശുദ്ധർ നമ്മളെപ്പോലെ സാധാരണ മനുഷ്യരായിരുന്നു, നമ്മളെപ്പോലെ സാധാരണ വീട്ടിൽ ജനിച്ച, സാധാരണ കാര്യങ്ങൾ ജീവിച്ച, പാപത്തിൽ വീണുപോയ മനുഷ്യർ. പക്ഷേ അവർ സ്വർഗത്തിലേക്ക് നോക്കി എഴുന്നേറ്റ് നടന്നു, അതുകൊണ്ട് അവർ വിശുദ്ധരായി. മൂന്നാമത്തെ വാക്കുകൾ വിശുദ്ധ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പയുടേതാണ്. ടു ബി എ സെയിൻറ്റ് ഈസ് നോട്ട് എ പ്രിവിലേജ് ഓഫ് ഫ്യൂ ബട്ട് എ വൊക്കേഷൻ ഫോർ എവ്രി വൺ. ഡു നോട്ട് ബി അഫ്രൈഡ് ടു ബി സെയിൻറ്റ്. വിശുദ്ധരാവുക എന്ന് പറയുന്നത് ചുരുക്കം ചില ആൾക്കാർക്ക് മാത്രമുള്ള പ്രിവിലേജ് അല്ല, ഇത് എല്ലാവരുടെയും വിളിയാണ്, ഇതൊരു ദൈവ വിളിയാണ്. അതുകൊണ്ട് നിങ്ങൾ വിശുദ്ധരാവാൻ ഭയപ്പെടരുത്. അവസാനമായി ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയപ്പെട്ട മാർപ്പാപ്പ ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ ഓർമ്മിക്കുന്നു, നമുക്ക് വേണം വിശുദ്ധരെ, ഈ കാലഘട്ടത്തിൻ്റെ വിശുദ്ധരെ. പക്ഷേ ആരാണ് ഈ വിശുദ്ധർ? നിങ്ങളാണ് വിശുദ്ധർ, ഞാനാണ് വിശുദ്ധർ, നമ്മളെല്ലാവരുമാണ് വിശുദ്ധർ. ഈ വിശുദ്ധിയുടെ യാത്രയിലൂടെ വിശുദ്ധനൊപ്പം യാത്ര ചെയ്ത് നമ്മൾ തീർത്ഥാടനം പൂർത്തിയാക്കി ശാലോവിനൊപ്പം നിൽക്കുമ്പോൾ ഈ ഒരു പ്രാർത്ഥന മാത്രം, നമുക്കും വിശുദ്ധരാവാം. നമ്മുടെ കുടുംബങ്ങൾ വിശുദ്ധമാകട്ടെ, നമ്മുടെ ഇടവകകൾ വിശുദ്ധമാകട്ടെ, ഈ ലോകം മുഴുവൻ വിശുദ്ധി കൊണ്ട് നിറയട്ടെ. മദർ തെരേസ പറഞ്ഞതുപോലെ വിശ്വസ്തരാവുക, വിശുദ്ധരാവുക. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകളടച്ച് പറ്റുമെങ്കിൽ കുടുംബത്തോടൊക്കെ ചേർന്ന് നിന്ന്, മാതാപിതാക്കളും മക്കളെല്ലാം ചേർന്ന് നിന്ന് ഈ ഒരു നിമിഷം ഒരു അൽമായ വിശുദ്ധൻ്റെ നാമകരണ നടപടികൾക്ക് ശേഷം ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊന്ന് ചേർന്ന് ഞങ്ങളുടെ കുടുംബത്തെയും വിശുദ്ധീകരിക്കണമെന്നും നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ ബലഹീനതകളും, നമ്മുടെ എല്ലാ വീഴ്ചകളും, നമ്മുടെ എല്ലാ തഴക്കദോഷങ്ങളും, നമ്മുടെ വിശുദ്ധിക്ക് തടയായി നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും വിശുദ്ധ ദേവസഹായത്തിലൂടെ സ്വർഗത്തിലേക്ക് കൊടുത്ത് സ്വർഗത്തിന് സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാ തകർച്ചകളിലും നിൽക്കുന്നവർ, രോഗത്തിൽ നിൽക്കുന്നവർ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ, സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാവർക്കും വേണ്ടി ഈ നിമിഷം ദൈവസഹായത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. ലോകസഭ, ഭാരതസഭ, നമ്മുടെ കേരള സഭയെല്ലാം അധികം വിശുദ്ധരാൽ നിറയാനും സാക്ഷ്യമായി തീരാൻ, പ്രത്യേകിച്ച് കുടുംബങ്ങൾ സാക്ഷ്യമായി തീരാൻ, അനേകം അൽമായർ, നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ യുവജനങ്ങൾ വിശുദ്ധിയിലേക്ക് വരുവാൻ വേണ്ടി നമുക്ക് ഈ നിമിഷം പ്രാർത്ഥിക്കാം. അങ്ങനെ സ്വർഗം മുഴുവൻ നമുക്ക് ആത്മാക്കളെ കൊണ്ട് നിറയ്ക്കാം. ദൈവസഹായം, നമുക്ക് സ്വർഗത്തിൽ നിന്ന് സഹായം തരുന്ന മറ്റൊരു വിശുദ്ധൻ നമ്മളോടൊപ്പം ഈ നിമിഷം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്കൊന്ന് ചേർന്ന് ഷാനുവച്ചൻ്റെ ഒപ്പം നമുക്കൊന്ന് ഈശോമിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരും, പ്രത്യേകിച്ച് വിശുദ്ധ ദൈവസഹായത്തിൻ്റെ മാധ്യസ്ഥവും സംരക്ഷണവും നാം എല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.